ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അങ്ങനെ സുധീഷിനെ തട്ടിക്കൊണ്ട് പോയത് രാജീവനും അരുണും ഏർപ്പാട് ചെയ്ത ഗുണ്ടയാണെന്നുള്ള സത്യം അയാളുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. സത്യങ്ങളെല്ലാം ഹരീഷും സുഭാഷും കൂടി ചേർന്ന് അവിടെ പറയിപ്പിക്കുകയാണ്. അതിനുശേഷം നിധി വീട്ടിൽ നിന്ന് ബാഗും ഒക്കെ എടുത്തുകൊണ്ട് നേരെ സുധീഷിൻ്റെ കൂടെ സുധീഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അതിനുശേഷം എല്ലാവരും മടങ്ങി വരുന്നത് ഭാസ്കരൻ കാണും. എന്നിട്ടും ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ സുധീഷ് പറയും, കണ്ടോ നമ്മൾ ഇത്രയും പേര് മടങ്ങി വന്നിട്ട് എന്തുവാന്ന് പോലും അങ്ങനെ ചോദിച്ചില്ലെന്ന് പറയും. അതും സാരമില്ല, അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഭാസ്കരൻ ഇങ്ങനെ വാതിലിരിക്കുകയാണ്. ആ സമയത്ത് നിധി ഭാസ്കരനോട് പറയും, അച്ഛാ ഈ ഒരു മരുന്ന് മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കും. എന്ത് മരുന്നാ? പേര് പറഞ്ഞു കൊടുക്കും. പറഞ്ഞാൽ ഞാനങ്ങ് മറന്നു പോകും. ഒരു കാര്യം ഒന്ന് എഴുതി തരാൻ പറയും. അങ്ങനെ നിധി ഒരു കുറിപ്പ് എഴുതി കൊടുക്കും. അങ്ങനെ ആ മരുന്നും ഒരു കാപ്പിപ്പൊടിയും കൂടി മേടിച്ചോളാൻ പറയും. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ പറയും, പൈസ വേണ്ട, പൈസ എൻ്റെ കയ്യിലുണ്ട്, കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ കൊണ്ടിടാൻ പറയും. അങ്ങനെ അതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ആർക്കാ ഇപ്പോൾ പനി? അത് നികേഷിനാ. അവന് നല്ലോണം ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പനി ഇപ്പോൾ ഇച്ചിരി കൂടുതലായെന്ന് പറയും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവനെ കൊണ്ട് മുമ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് അവന് പനിയൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളൊരു കരിപ്പടി കാപ്പിയിട്ട് കൊടുക്കത്തേ ഉള്ളെന്ന് പറയും. ഉടനെ ചോദിക്കും, ഞാൻ അച്ഛനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും. എന്താ അത്? നികേഷിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോഴത്തേക്ക് ഒന്നും മിണ്ടത്തില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ ഉണ്ടെന്നൊന്ന് പറയുമെന്ന് ചോദിക്കും. എനിക്കറിയത്തില്ലെന്ന് പറയും. ജീവിച്ചിരിപ്പില്ലെന്നാണോ അതോ എവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയത്തില്ലെന്നാണോ? എനിക്കറിയത്തില്ല, അത്രയേ ഉള്ളെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അതിനുശേഷം രാത്രിയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം സുധീഷിനെ കാണത്തില്ല. രാവിലെ ജോലിക്ക് പോയിട്ട് കാണുന്നില്ല. നിധിക്ക് നല്ല ടെൻഷനുണ്ട്. മുമ്പ് അരുണും രാജീവും ചേർന്ന് തട്ടിക്കൊണ്ട് പോയതിൻ്റെയൊക്കെ ഒരു പേടി മനസ്സിൽ കിടപ്പുണ്ട്. എന്താ മോളെ? അത് സുധീഷ് വന്നില്ലെന്ന് പറയും ഇത്രയും നേരമായിട്ടും. ആണോ? അത് ലോങ് ട്രിപ്പ് എങ്ങാനുമായിരിക്കും. അവൻ വരും, മോള് വിഷമിക്കേണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷ് വരും. എന്തു പറ്റി? അത് സുധീഷ് വന്നില്ല, നിധി നല്ല ടെൻഷനിലാണെന്ന് പറയും. അയ്യോ, അത് പറയാൻ ഞാൻ മറന്നുപോയി. സുധീഷ് ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു, ഒരു ലോങ് ട്രിപ്പാണ്, ഇച്ചിരി ലേറ്റായേ വരത്തുള്ളെന്ന് പറഞ്ഞു. സുഭാഷ് ചേട്ടൻ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല, ഏട്ടത്തെയും വിളിച്ചിരുന്നു, കിട്ടിയില്ലെന്ന് പറഞ്ഞ്. ആണോ? കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ എല്ലാവരും എങ്കിൽ മോള് കഴിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഫുഡൊക്കെ വിളമ്പി വെച്ചതിന് ശേഷം നിധി കഴിക്കത്തില്ല. അപ്പം ഹരീഷും നികേഷും ഒക്കെ നോക്കും. അതിനുശേഷം കതവ് കുറ്റിയിടാൻ പോകുമ്പോൾ പറയും, അത് കുറ്റിയിടണ്ട, സുധീഷ് വന്ന അകത്ത് കയറണ്ടായെന്ന് ചോദിക്കും. അല്ല അപ്പോൾ ആരെങ്കിലും ഇവിടെ കയറി ആരെന്തെടുത്തുകൊണ്ട് പോകാനാ എന്ന് പറയും. അപ്പോഴും നിധി ഉറങ്ങാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഹരീഷ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷ് വരും. സുധീഷ് ചോദിക്കും, നിങ്ങളെന്താ ഇന്ന് ഒത്തിരി താമസിച്ചല്ലോ? എനിക്കൊരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയും. എങ്കിൽ ശരി, ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്ന് പറഞ്ഞ് നിധി ഭക്ഷണം എടുക്കാനായിട്ട് അകത്തോട്ട് പോകും. അപ്പോഴത്തേക്ക് ഹരീഷ് ഇങ്ങോട്ട് വന്നിട്ട് സുധീഷിനെ പറയും, നീ കരുതിയതുപോലെ തന്നെ ഇപ്പോൾ ഏട്ടത്തേക്ക് നിന്നോട് സ്നേഹമായെന്ന് പറയും. സ്നേഹമോ? പ്രേമം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നുന്നത്? അല്ല, താനിന്ന് വരാൻ ഇത്രയും താമസിച്ചപ്പം നിധിയിടത്തെ ഉറങ്ങാതെ കാത്തിരുന്നുകൊണ്ട് പറഞ്ഞതാ. ആണോടാ? എനിക്കങ്ങനെ തോന്നി എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നിധി തുണിയെല്ലാം ഇങ്ങനെ വിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് എന്നിട്ട് പറയും, ഇന്നലെ രാത്രി ഒരുപടി ഉറങ്ങിയില്ലല്ലേ? ഉറങ്ങിയില്ലെന്നോ? ആരും പറഞ്ഞ്? അല്ല, ഞാൻ വരുന്നവരെ ഉറക്കമൊഴിഞ്ഞിരുന്നതുകൊണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ മുമ്പ് ചേട്ടനും അച്ഛനും ചേർന്ന് ഗുണ്ടകളെയൊക്കെ ഏർപ്പാട് ചെയ്തില്ലേ, ഇനി അതുപോലൊരു അറ്റംപ്റ്റ് ഉണ്ടായോ എന്നൊരു പേടി കൊണ്ട് ഞാൻ ഉറങ്ങാതിരുന്നതാണ്, അല്ലാതെ അതിൽ വേറൊന്നും കരുതണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് വലിയ പവറിലൊക്കെ വന്നേ അങ്ങ് ചീറ്റപ്പടൊക്കെ കിടക്കൊക്കെ വിഷമിച്ച് നിൽക്കും. ഉടനെ പറയും, ഹരീഷ് നീ അല്ലേ പറഞ്ഞത് നിധിക്ക് എന്നോട് സ്നേഹം തുടങ്ങി പ്രേമം തുടങ്ങിയെന്നൊക്കെ? അല്ല, ഇന്നലെ കാത്തിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഇനി ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ദേഷ്യപ്പെടുവാണ്. അതിനുശേഷം ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത്. അങ്ങനെ ഹരീഷ് വർക്ക്ഷോപ്പിലോട്ട് രാവിലെ വരികയാണ്. ആ സമയത്ത് ടിക്ടോയും ചന്തുവായിട്ടൊക്കെ സംസാരിക്കും. എന്നാൽ ഇന്നലെ എന്തൊരു ടെൻഷനുള്ള ദിവസമായിരുന്നു, ഞങ്ങൾ ഇച്ചിരി വരാൻ വൈകിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ സുധീഷ് ചേട്ടൻ ഞങ്ങൾക്ക് ഇപ്പോൾ ജീവനോടെ കാണാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഹരീഷ് ചേട്ടൻ ആൾക്കാർ? നമ്മൾ കരുതുന്നതൊന്നും അല്ലടാ എന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് നീതു അങ്ങോട്ട് വരുന്നത്. നീതു വന്ന് ഹരീഷിനോട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ഫോൺ വിളിച്ചാൽ നിനക്ക് എടുക്കാൻ വയ്യ, ഒരാഴ്ച കൊണ്ട് നിനക്കെന്നെ മടുത്തു ഇല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഹരീഷിനങ്ങ് ഭയങ്കര ദേഷ്യമാണ്. കാര്യം പോലും നീതു ചോദിക്കത്തില്ല. നീതു തന്നെ അങ്ങ് റേഡിയോ കണക്കങ്ങ് എല്ലാം പറയുവാണ്. ഉടനെ പറയും, നീതു എനിക്ക് പിന്നെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നതാണോ? ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ പുറമെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ നീതു പിന്നെയും കരഞ്ഞുകൊണ്ട് അങ്ങ് നേരെ സുധീഷിനെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നികേഷിന് കഞ്ഞിയൊക്കെ എടുത്തു കൊടുത്തിട്ട് നിധി അവിടെ ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കും, എന്താ നീതു? അത് ഞാൻ വർക്ക്ഷോപ്പിൽ പോയിരുന്നു, ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഹരീഷ് ഫോൺ എടുത്തില്ല, ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു.
എന്നൊക്കെ പറഞ്ഞ് പരാതിയും കരച്ചിലും ഒക്കെയാണ്. ഉടനെ പറയും അത് കാര്യമൊന്നും നീതു പറഞ്ഞില്ലേ. എന്ത് കാര്യം ഏട്ടത്തി? അപ്പം നികേഷ് ചോദിക്കും പറയണോ ഏട്ടത്തി? പിന്നെ പറഞ്ഞാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ചോദിക്കും എന്ത് പറ്റി? അങ്ങനെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം നീതുവിനോട് നിധി പറയുകയാണ്. അവർ അച്ഛനും ചേട്ടനും ചേർന്ന് സുധീഷ് തട്ടിക്കൊണ്ട് പോയതും സുഭാഷ് ചേട്ടനും ഹരീഷും ചേർന്ന് രക്ഷപ്പെടുത്തിയ കാര്യവും അവർ ഭയങ്കര ടെൻഷനിലായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്താണ് നീതു വിളിച്ചത്, അതുകൊണ്ടായിരിക്കും. ഹരീഷ് അങ്ങനെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല. ഹരീഷിൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് എനിക്കറിയാം. അവനെ അങ്ങനെ പെൺകുട്ടികളോട് അധികം സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് പോലും എന്നോട് അധികം സംസാരിക്കത്തില്ല. ഇപ്പോഴാണ് ചെറിയ മാറ്റം ഉണ്ടായത്. അയ്യോ ഏട്ടത്തി, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ അവനോട് ക്ഷമ ചോദിക്കാമെന്ന് പറയും. നീതു കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അവനോട് പെരുമാറണം. അവൻ നല്ല പയ്യനാണ്, നല്ല സ്നേഹമുള്ളവനാണെന്നൊക്കെ ഹരീഷിനെ കുറിച്ച് പറയാം. അത് കേൾക്കുമ്പോൾ നീതുവിന് നല്ല സന്തോഷമാവും. അങ്ങനെ നേരെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ട് ഹരീഷിനോട് ക്ഷമ പറയുകയാണ്. എന്നോട് ക്ഷമിക്കുക ഹരീഷ്, ഞാൻ വീട്ടിൽ പോയി ഏട്ടത്തി പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ ഓരോന്ന് പറഞ്ഞു പോയതാ. നിനക്ക് എന്താ ഇത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്നലെ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ തെള്ളി നിൽക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളൊരു നിമിഷം വരാൻ വൈകിയെന്നുണ്ടെങ്കിൽ സുധീഷ് ചേട്ടന് ജീവന് പോലും അപകടം സംഭവിച്ചേനെ. ആ ഒരു സമയത്ത് നിൽക്കുമ്പോൾ നീ വിളിച്ച് എങ്ങനെയാണ് നീതു നിന്നോട് ഞാൻ ഓരോ സംസാരിക്കുന്നത്? അതെന്താണെന്ന് നീ എന്നോട് ഷെയർ ചെയ്തുകൂടായോ? നിനക്ക് എന്ത് കാര്യം? ആ സമയത്ത് എനിക്ക് എന്തോ പറയണമെന്നറിയത്തില്ല. സുധീഷ് ചേട്ടനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ, നിന്നോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമോ? എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ പിണക്കമൊന്നുമില്ല. അങ്ങനെ പിന്നെ അവരുടെ പിണക്കമൊക്കെ മറന്ന് അവർ പിന്നെയും പഴയ കണക്ക് സ്നേഹത്തിലാവുകയാണ്. പിറ്റേ ദിവസം രാവിലെ പഴയതുപോലെ സുഭാഷ് കിച്ചണിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് നിധിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മോളെ ഇതൊക്കെ കഴിക്കണേന്ന് പറയും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് സുധീഷാണ് നിധിയും കൂട്ടിക്കൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സാധാരണ സുധീഷ് കാർ ചെയ്യുന്ന ഒരുപാട് സംസാരിക്കും. ഇത്തവണ ഒന്നും പറയത്തില്ല. അപ്പോൾ നിധി ചോദിക്കും എന്ത് പറ്റി സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, എല്ലാ തവണയും ഞാനൊരോട് സംസാരിക്കുന്നില്ലേ, ഇത്തവണ മിണ്ടാതിരിക്കാം, താൻ സംസാരിക്കാൻ പറയും. അങ്ങനെ നിധി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. അങ്ങനെ നിധി ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് രണ്ടുപേരും ഇൻ്റർവ്യൂ ചെയ്യാനിരിപ്പുണ്ട്. അങ്ങനെ നിധി സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും. സർട്ടിഫിക്കറ്റൊക്കെ കാണും. ചോദിക്കും ഓ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നൊക്കെ ചോദിക്കും. അതേ സാറെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് അപ്പോയിൻമെൻറ്റ് നോക്കി നടന്നതാണ്. എന്തായാലും കുട്ടി സർട്ടിഫിക്കറ്റൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടാലൻ്റുള്ള ആളാണെന്ന് മനസ്സിലായി. കുട്ടിയെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. നിധിക്ക് ഭയങ്കര സന്തോഷം. സാർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. അതിനുശേഷം നിധി താഴോട്ട് കാറിൻ്റെ അടുത്തോട്ട് വരും. കാറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും സുധീഷ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ കാറിൽ ചാരിക്കിടന്ന് ഉറങ്ങുകയാണ്. എന്താ നിധി, എനിക്ക് ജോലി ശരിയായോ? ആ എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷിന് നല്ല സന്തോഷം. എന്തായാലും ഇന്നൊരു നല്ല ദിവസം, നമുക്ക് സ്വീറ്റ്സൊക്കെ മേടിക്കാമെന്ന് പറയും. പിന്നെന്താ, അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ട് സ്വീറ്റ്സൊക്കെ മേടിക്കും. അതിനുശേഷം എനിക്ക് സന്തോഷ വാർത്ത ആദ്യം സുഭാഷ് ചേട്ടനൊക്കെ പറയണമെന്ന് പറയും. പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ജോലി ചെയ്യുന്ന വർക്ക് സൈറ്റിലോട്ട് വരികയാണ് നിധിയും സുധീഷും കൂടി. അങ്ങനെ അവിടെ അവിനാശും സുധീഷും കൂടി നിന്ന് ജോലി ചെയ്യുകയാണ്. അങ്ങനെ സുഭാഷ് ചേട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ഇറങ്ങി വരും. എന്താ മോളെ ഭയങ്കര സന്തോഷമാണല്ലോ, ഈ സ്വീറ്റ്സ് കഴിക്കുക. അങ്ങനെ സ്വീറ്റ്സ് കഴിക്കും. ഇനി എന്താ വിശേഷം പറ, എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാം. ആഹാ, മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ജോലി കിട്ടണമെന്നുള്ളത്, എന്തായാലും അത് സാധിച്ചല്ലോ ഇത്ര പെട്ടെന്ന്. ആ ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല, എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആഹാ, അങ്ങനെ പിന്നെ ചാന്ദിനി അങ്ങോട്ട് വരും. ഇതാരാ സുഭാഷ് ചേട്ടാ? ഇത് അവിനാശിൻ്റെ സഹോദരിയാണ് ചാന്ദിനി. ഈ കുട്ടി ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞാണ് ഇവിടെ ജോലിക്ക് എന്തെങ്കിലും നോക്കാമെന്ന് കരുതി അവിനാശ് കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ സീഡ്സൊക്കെ ചാന്ദിനിക്കും കൊടുക്കും. അങ്ങനെ ചാന്ദിനി എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിക്ക് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ നിധി അതിന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കുള്ള ഡ്രസ്സുമൊക്കെ ആയിട്ടാണ് നിധി വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ സുഭാഷിനും ഹരീഷിനും നികേഷിനും ഭാസ്കരനും ഒക്കെ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നികേഷിനും സുധീഷിനും മാത്രമൊന്നും കൊടുക്കത്തില്ല. അപ്പം സുഭാഷ് പറയും ഇത് ബ്രാൻഡഡ് ഷർട്ടാണല്ലോ മോളെ, 1500 രൂപയൊക്കെ വില, ആ നല്ല ഷർട്ടാണ് എന്ന് പറയും. അപ്പം സുധീഷ് ചോദിക്കും എനിക്ക് മാത്രം ഒന്നും എടുത്തില്ലേ എന്ന് ചോദിക്കും. ഓ അത് ഞാനങ്ങ് മറന്നുപോയി, പിന്നെ എടുക്കാം കേട്ടോ. സുധീഷിന് നല്ല വിഷമമാവും. എല്ലാവരും ഇങ്ങനെ സുധീഷിനെ നോക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു അന്യനല്ലേ എന്ന് നിധിക്കും. അങ്ങനെ നിധി അങ്ങ് മുറിയിലോട്ട് പോകും. കുറച്ച് കഴിഞ്ഞിട്ട് നിധി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പം ഒരു ഷർട്ട് എന്ന് പറയും. ഇത് സുധീഷിന് ഏറ്റവും ഇഷ്ടമുള്ള കളറാണെന്ന് പറയും. അല്ലേ, എൻ്റെ ഇഷ്ടമുള്ള കളറൊക്കെ നിധിക്ക് അങ്ങനെ അറിയാം, അതൊക്കെ ഞാൻ നികേഷിനോട് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് പറയും. അങ്ങനെ സുധീഷിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറും നല്ല ചേരുന്നൊരു ഷർട്ട് നിധി പ്രസൻ്റായിട്ട് സുധീഷിന് കൊടുക്കുകയാണ്. കാരണം സുധീഷാണല്ലോ സർട്ടിഫിക്കറ്റൊക്കെ ശരിയായി കൊടുക്കാൻ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയതും അതിനുവേണ്ടി എല്ലാ സഹായങ്ങൾ ചെയ്ത് കൊടുത്തതും. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും സുധീഷിനോടുണ്ട്. അങ്ങനെ ഷർട്ടൊക്കെ മേടിക്കും. അങ്ങനെ ഭയങ്കര സന്തോഷമാവും സുധീഷിന്. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷമായിട്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ വരും ആഴ്ചയിൽ കഥയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഇനി നിധിക്ക് സുധീഷിനോടൊരു പ്രണയം തോന്നി തുടങ്ങിയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ അറിയാം.
അപ്പം അതിൻ്റെയൊക്കെ രസകരമായ കഥകളിലേക്ക് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.